വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഡീസോൾഡറിങ് പ്രോസസ്സാണ്. ഇലക്ട്രോണിക്സ് പഠിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പി സി ബിയിൽ നിന്ന് നമ്മുടെ ഒരു കംപ്ലൈൻസ്, ഒരു കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അത് അതിന് റീപ്ലേസ് ചെയ്യണത് എങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് പഠിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്നുവെച്ചാൽ ഡീസോൾഡറിങ് പ്രോസസ്സാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. എനിക്കറിയാവുന്ന ഒരു 3 മെത്തേഡാണ് ഞാൻ ഇന്നിവിടെ വിവരിച്ചു തരുന്നത്. അപ്പോൾ ഇതൊരു BLDC ഫാൻ്റെ ബോർഡാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു ഡീസോൾഡറിങ്ങിന് പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡല്ല നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ പി സി ബിയിലെ പ്രിൻ്റൊക്കെ ഡാമേജ് ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും, ഈ ഓരോ പ്രിൻ്റ് ലൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡീസോൾഡറിങ് പ്രോപ്പർ ആയിട്ടല്ല ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം അയൺ വെച്ചിട്ട് ഇതിലേക്ക് ചൂടാക്കി കഴിഞ്ഞാൽ ഈ പ്രിന്റ് ഇവിടുന്ന് കട്ടായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കമ്പോണൻസ് ഡാമേജ് ആയി എന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പോണന്റ് സെയിം വാല്യൂ നോക്കി വാങ്ങിയിട്ട് നമുക്കത് തിരിച്ചു പിടിപ്പിക്കണമെങ്കിൽ ഇതിലുള്ള ഡാമേജ്ഡ് കമ്പോണന്റ് നമുക്ക് ഊരിയെടുക്കണം, വളരെ എളുപ്പത്തിൽ ഊരിയെടുക്കണം. പ്രിന്റ് ഒന്നും ഡാമേജ് ആവാതെ ഈ കമ്പോണൻസ് ഇതിന്റെ അകത്തു നിന്ന് എങ്ങനെ, ഈ പി സി ബിക്ക് അകത്തു നിന്ന് എങ്ങനെ ഊരിയെടുക്കാനായിട്ട് ഈസി ആയിട്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോണേ. ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ഡീസോൾഡറിങ് വിക്ക്. അപ്പോൾ ഇതാണ് ആദ്യം പരിചയപ്പെടുത്തണേ. 2.5 mm ഡീസോൾഡറിങ് വിക്കാണ് ആദ്യം പരിചയപ്പെടുത്തണേ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതധികം വലിയ പ്രൈസ് ഒന്നും വരണതല്ല. നമുക്ക് ഇലക്ട്രോണിക്സിൻ്റെ സ്പെയർ പാർട്സുകളൊക്കെ വിൽക്കുന്ന കടകളിൽ നമുക്കിത് വാങ്ങാനായിട്ട് കിട്ടും. ഇപ്പോൾ ഏത് കമ്പോണൻ്റ് ആണ് നമുക്ക് ഡീസോൾഡർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് എന്ത് ചെയ്യുക, നമ്മൾ അതിൻ്റെ ലെഗിനോട് ചേർന്നിട്ട് നമ്മളിത് വെച്ച് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് അയാണ് ഇങ്ങനെ മുട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ആ ലെഡ് ആ ഡീസോൾഡറിങ് വിക്കുമേ ഫുള്ളായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കണത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടപ്പുറത്തെ പോയിന്റിലും ഏത് ലെഗാണോ നമുക്ക് ഊരിയെടുക്കേണ്ടത് ആ ലെഗുമിക്ക് അത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ചൂടായിട്ട് വേഗത്തിൽ തന്നെ ആ ലെഗ് അതുമേലുള്ള എല്ലാ ലെഡും അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കാണാം. ആ ഒരു എന്താ പറയാ, ഡീസോൾഡറിങ് വിക്കയിലേക്ക് കംപ്ലീറ്റ് സാധനങ്ങൾ ഒട്ടും. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, അപ്പൊ തന്നെ ആ ഫുൾ ഐറ്റംസും അതിന് ഒട്ടിപ്പിടിക്കും. അപ്പൊ നമുക്ക് ഈ എന്താ പറയാ, സോൾഡർ ചെയ്തിട്ട് ആ പ്രിന്റ് ഡാമേജ് ആവണ പ്രശ്നങ്ങളൊക്കെ ഒഴിവായി കിട്ടും. ജസ്റ്റ് ഒന്ന് അങ്ങനെ മുട്ടിച്ചെടുക്കുക നല്ല രീതിയിൽ. അപ്പൊ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാം, അതിന്റെ കടക്കലത്തെ സോൾഡറിങ് എല്ലാം ഫുള്ളായിട്ട് പോന്നു കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കമ്പോണന്റ് എളുപ്പത്തിൽ ഊരിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ രണ്ടാമത് അവതരിപ്പിക്കുന്നത് ഡീസോൾഡറിങ്ങിന്റെ വേറൊരു മെത്തേഡാണ് ഇതുപോലത്തെ സിറിഞ്ച് പോലത്തെ ഒരു പമ്പ്. അപ്പൊ നമുക്ക് ഇത് ഉപയോഗിച്ചും വളരെ എളുപ്പത്തിൽ ഡീസോൾഡറിങ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ഭാഗത്താണോ ഡീസോൾഡർ ചെയ്യേണ്ടത് തൊട്ടടുത്ത പിന്നാണ് നമ്മളിപ്പോൾ ഞാനിത് സാമ്പിൾ കാണിക്കുന്നതാണ്. ഏത് പിന്നാണെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ജസ്റ്റ് അയൺ വെച്ചിട്ടൊന്ന് ചൂടാക്കണോ. നല്ല രീതിയിൽ ചൂടായി കഴിഞ്ഞാൽ അവിടെ ഫ്ലെക്സ് ഉരുകി നല്ലോണം ലൂസായി എന്ന് കാണുമ്പോൾ ആ പോയിന്റിലേക്ക് നമ്മുടെ ഈ സിറിഞ്ച് വയ്ക്കുക, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിക്കുക. അടുത്ത പിന്നും ഇതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ അടുത്ത് കൊണ്ടു വയ്ക്കുക. ആ ലെഡ് നന്നായിട്ട് ലൂസ് ആവണ സമയത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെക്കാൻ പാടുള്ളൂ. ഒരുപാട് നേരം ചൂടാക്കി വെക്കരുത്. അങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ അതിന്റെ പ്രിന്റ് ഡാമേജ് ആവും. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചൂടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ നിന്ന് ആ ലെഡ് ഒന്ന് ഇങ്ങനെ ഇളകി ലൂസായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ജസ്റ്റ് അതിന്റെ കടക്കേക്ക് വെക്കുക, ഒന്ന് മുകളിലേക്ക് വലിക്കുക. അപ്പൊ അവിടെ ഫുള്ളായിട്ട് ആ ലെഡിനെ, ലൂസായ ലെഡിനെ ഈ സിറിഞ്ച് വാക്വം വഴി മുകളിലേക്ക് വലിച്ചെടുക്കും. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇതും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഒരുപാട് കട്ട കുത്തി നിൽക്കുന്ന സോൾഡറിങ് ഉള്ള പോയിന്റുകളിലൊന്നും ചെന്ന് ഇങ്ങനത്തെ സിറിഞ്ച് വെച്ചിട്ട് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമ്മുടെ ഇതുപോലത്തെ ചെറിയ ചെറിയ കമ്പോണൻസുകളൊക്കെ വളരെ എളുപ്പത്തിൽ ഊരിയെടുക്കാനായിട്ട് സാധിക്കും ഇതുപോലുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട്. ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള രണ്ട് മെത്തേഡിനും സോൾഡറിങ് അയൺ വേണം. നമ്മുടെ പോയിന്റഡ് ആയിട്ടുള്ള സോൾഡറിങ് അയൺ ഉപയോഗിച്ചിട്ടാണ് ഡീസോൾഡറിങ് നടത്തിയിരുന്നത്. ഈ രണ്ട് മെത്തേഡിന്, അതായത് ഡീസോൾഡറിങ് വിക്ക് ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡിനും അത് തന്നെ വേണം. അതുപോലെ തന്നെ ആ സിറിഞ്ച് ഉപയോഗിച്ചിട്ടുള്ള ഫംഗ്ഷനും ലെഡിനെ നമ്മൾ ചൂടാക്കിയിട്ടൊന്ന് ഇളക്കി എടുക്കണം. എന്നാൽ മാത്രമാണ് അത് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് ആ രണ്ട് ഫംഗ്ഷനും കൂടിയിട്ട്
ഒറ്റ ഡിവൈസിൽ തന്നെ അല്ലെങ്കിൽ ഒറ്റ ടൂളിൽ തന്നെ ഏർപ്പെടുത്തിയിട്ട് ഒരു ടൂൾ ഉണ്ട്. ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. ഏകദേശം 30 വാട്ട് കറണ്ട് എടുക്കുന്ന ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ചൈനയുടെ ഒരു പ്രൊഡക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം അതിലെങ്ങനെയാണ് വലിച്ചെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് ആ ഡീസോൾഡറിങ് പമ്പ്. 30 വാട്ടിന്റെ ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ ടിപ്പ് പോയിന്റ് നോക്കാൻ നല്ലോണം പോയിന്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിന്റെ ബിൽഡിംഗ് ഒക്കെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വയർക്ക് മാത്രമാണ് എനിക്ക് അത്ര ക്വാളിറ്റി പോരായ്മ തോന്നിയത്. വല്ലാണ്ട് ഫ്ലെക്സിബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ 30 വാട്ടേ എടുക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലൊരു വയറ് മതിയായിരിക്കും. പിന്നെ ഇതിനകത്ത് നമുക്കറിയാം ഇതിന്റെ ടിപ്പ് നല്ല രീതിയിൽ ചൂടാവും. ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ ഏത് പോയിന്റിലാണ് വെക്കേണ്ടത് ആ പോയിന്റിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ സിറിഞ്ചിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഡിനെ ഇതിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. വളരെ ഈസി ആയിരിക്കും നമുക്ക് ഡീസോൾഡറിങ്. പിന്നെ ഇത് ക്ലീൻ ചെയ്യാനൊക്കെയുള്ള പ്രൊവിഷൻ അതിന് ചേർന്നിട്ടുള്ള ഒരു കമ്പിയൊക്കെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് കയറുന്ന ലെഡിനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഇത് ഊരാം. ഇതിന്റെ ബാക്ക് സൈഡിൽ കണ്ടില്ലേ ലെഡ് കട്ട കുത്തിയിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും ഒരു ഹോളാണ്. അപ്പോൾ ഈ ഹോള് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും കാരണവശാൽ ലെഡൊക്കെ വന്ന് അടഞ്ഞ് അതിന്റെ ഹോൾ അടയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയ കമ്പിയും തരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുത്തി ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഇതിന്റെ ടിപ്പൊക്കെ നമുക്ക് കുത്തി ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ഞാനിതൊരു BLDC ഫാൻ്റെ ബോർഡാണ്. അപ്പൊ അതിനകത്ത് ഒരു ബോക്സ് കപ്പാസിറ്റർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ബോക്സ് കപ്പാസിറ്റർ നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഊരാനായിട്ട് പറ്റുന്നുണ്ട്. ഇതാണ് ഇതിന്റെ 2 ലെഗുകൾ. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം ചെറിയ രീതിയിൽ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ അല്ലേ. അപ്പൊ നമുക്കിത് ഊരിയെടുക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതല്ലെങ്കിൽ ഇതിന്റെ പുറത്ത് ഒരു MOV ഉണ്ട്. ഈ MOV ആണെങ്കിൽ നമുക്ക് ഊരിയെടുക്കാനായിട്ട് പറ്റുമോ നോക്കാം. അതിന്റെ പോയിന്റുകൾ എന്ന് പറയുന്നത് ഇതുമാണ്. ഈ 2 പോയിന്റുകളാണ്. നമുക്ക് MOV ആണെങ്കിൽ നമുക്ക് നോക്കാം ഇത് ഊരിയെടുക്കാനായിട്ട് പറ്റുമോ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഡീസോൾഡറിങ് പമ്പ് എടുക്കുകയാണ്. ഇത് ബോർഡ് നിലത്ത് വെച്ചു. ഡീസോൾഡറിങ് പമ്പിന്റെ പോയിന്റ് ഇപ്പൊ MOVയുടെ പോയിന്റ് എന്ന് പറയുന്നത് ഒന്ന് ഇതും അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇതുമാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് വെച്ചു. ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്തിരുന്നു. 2 സെക്കൻഡ് നേരം ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിലീസ് ചെയ്തു, പുറത്തേക്ക് എടുത്ത് കളഞ്ഞു. അപ്പൊ നമ്മൾ ചിലപ്പോൾ അത് ഇതിന്റെ ടിപ്പിലുള്ള ലെഡ് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് തള്ളിപ്പോവും. അതിനുശേഷം അടുത്ത പോയിന്റിലേക്ക് നമ്മൾ വെച്ചു. 2 സെക്കൻഡ് നേരം വെയിറ്റ് ചെയ്തു. അതിനുശേഷം 2 സെക്കൻഡ് നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം ഒന്ന് റിലീസ് ചെയ്യിപ്പിച്ചു. അപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും ആ 2 പോയിന്റിന്റെ കടവശത്തുള്ള ലെഡ് ഫുള്ളായിട്ട് റിലീസായിട്ട് പോന്നിട്ടുണ്ട്. ഇനി ആ കമ്പോണന്റ് നമുക്ക് ഈസി ആയിട്ട് പതുക്കെ ഊരെടുക്കാനായിട്ട് പറ്റും. പ്രിന്റ് ഡാമേജ് ആയിട്ടില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ കമ്പോണന്റ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഊരെടുക്കാം. കണ്ടില്ലേ? അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പോണന്റ് അതിന്റെ ഉള്ളിൽ നിന്ന് പോരും. പുറത്തേക്ക് ഊരിയെടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഇതൊരു MOV ആണ്. ഈ ബോർഡിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള MOV ആണ്. അപ്പൊ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ PCB ഡാമേജ് ആവാതെ, യാതൊരു ഡാമേജ് ആവാതെ നമുക്ക് അതിനകത്തുനിന്ന് കമ്പോണൻസ് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ഈ ഡീസോൾഡറിങ് പമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഞാൻ ഒരുപാട് വലിയ ഡീസോൾഡറിങ് ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. അതായത് നല്ലോണം കട്ട പിടിച്ച സോൾഡറിങ് ഒക്കെ ഇരിക്കുന്ന പോയിന്റുകളിലൊന്നും പോയി ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ ഈ ചെറിയ ചെറിയ കമ്പോണന്റുകൾ അടുപ്പിച്ചുള്ള കുഞ്ഞു കുഞ്ഞു സോൾഡറിങ് ഉള്ള പോയിന്റുകളൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഊരിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അയൺ നന്നായി ചൂടാവണം. ചൂടായതിനു ശേഷം പ്രസ് ചെയ്ത് ഈ സിറിഞ്ച് പ്രസ് ചെയ്ത് മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഈ കമ്പോണന്റ് ഇതിനകത്തുനിന്ന് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് വലിയ ഡീസോൾഡറിങ് ഒക്കെ ഉള്ള ഏരിയകളിലേക്ക് ഈ ടൂള് എനിക്ക് സൂട്ടബിൾ ആവുമെന്ന് തോന്നണില്ല. പക്ഷെ ചെറിയ ഐറ്റംസുകൾ വളരെ അടുത്തടുത്ത് നമ്മുടെ അയണിൽ ലെഡൊക്കെ കൂട്ടിമുട്ടും അങ്ങനെയുള്ള ഏരിയകളിലേക്കൊക്കെ പെർഫെക്റ്റ് ആണിത്. പോയിന്റ് വൈസിൽ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ കുഞ്ഞു കുഞ്ഞു റെസിസ്റ്ററുകൾ ഇൻവെർട്ടർ ബോർഡിലൊക്കെ റെസിസ്റ്റൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ ടൂള് മേടിച്ചത്. അപ്പം അങ്ങനെയുള്ള റെസിസ്റ്ററുകളൊക്കെ ഈസി ആയിട്ട് നമുക്ക് ജസ്റ്റ് ആ പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ബാക്കിലേക്ക് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഊരിയെടുക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റും. അപ്പം ഞാൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്തൊരു വീഡിയോ ഇറങ്ങാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.